നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ HLBയുടെ കൈകൊണ്ട് വരയ്ക്കേണ്ട മാപ്പ് എങ്ങനെ വളരെ എളുപ്പത്തിലും സൗജന്യമായും ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ www.examset.dev എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സൗകര്യം. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ജിമെയിൽ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകം ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് തുറന്നു വരും. ഇവിടെ ക്യാൻവാസ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് HLB അനുവദിച്ചപ്പോൾ ലഭിച്ച മാപ്പ് ലൊക്കേഷൻ ലിങ്കുള്ള SMS ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആ മെസ്സേജിൽ നിന്നും ഇത് സ്വയം നിങ്ങളുടെ HLB നമ്പറും ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡും കണ്ടെത്തും. ഇല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡ് മാനുവലായി നൽകുക. കൃത്യമായി അറിയില്ലെങ്കിൽ ഏകദേശം സ്ഥലം തിരഞ്ഞെടുക്കുക. HLBയുടെ അടുത്ത ലൊക്കേഷൻ നൽകൂ. മാപ്പിൽ നോക്കി അവിടെ നിങ്ങളുടെ HLB/ഏരിയ തിരിച്ചറിയാം. നമുക്കൊരു ട്രയൽ നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ കാൺപൂറിലെ ഒരു HLBയിൽ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഒരു ടെസ്റ്റ് ഏരിയ എടുക്കാം. ഉദാഹരണത്തിന് ഈ ഏരിയ എടുക്കാം. ഇനി നമുക്ക് ഡ്രാഫ്റ്റ് ബൗണ്ടറി വരയ്ക്കാം. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കൂടെയോ HLO ആപ്ലിക്കേഷനിലൂടെയോ ലഭിച്ച HLB മാപ്പിൻ്റെ സാറ്റലൈറ്റ് വ്യൂവിൽ ഒരു ബൗണ്ടറി കാണിച്ചിട്ടുണ്ടാകും. സ്ക്രോൾ ചെയ്തു നിങ്ങളുടെ ഏരിയയുടെ അടുത്തെത്തുമ്പോൾ അതേ ബൗണ്ടറി നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തണം. ഞാൻ എൻ്റെ ബൗണ്ടറി അടയാളപ്പെടുത്തുന്നു. ബൗണ്ടറി ക്ലോസ് ചെയ്യുന്നു. നോക്കൂ, ബൗണ്ടറി അടയാളപ്പെടുത്തി കഴിഞ്ഞു. തുടർന്ന് ഈ ആപ്പ് ഓട്ടോമാറ്റിക്കായി റോഡുകൾ കണ്ടെത്തും. അതെ, അതായത് ഈ ആപ്പ് ഗൂഗിളിൽ നിന്ന് ഡാറ്റ എടുക്കുകയും എല്ലാ റോഡുകളും കൃത്യമായ GPS കോർഡിനേറ്റുകളോടെ ശരിയായി കണ്ടെത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഗ്രൗണ്ട് ലൊക്കേഷനിൽ പോയാലും നിങ്ങൾക്ക് ഇതേ റോഡുകൾ തന്നെ കാണാം. അഥവാ കാണിക്കുന്ന ചില റോഡുകൾ ശരിയായതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ റോഡ് ഓപ്ഷൻ ഉപയോഗിച്ചു അവിടെ പോയിന്റുകൾ വരയ്ക്കൂ. റോഡ് രൂപപ്പെടും. ഇങ്ങനെ പുതിയ റോഡുകളും പേരും വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് റോഡിന് പേര് നൽകണമെങ്കിൽ നിങ്ങൾക്കിവിടെ പേര് നൽകാം. ഈ റോഡിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഓട്ടോ നെയിം ഓപ്ഷൻ വരും. ഇങ്ങനെ പേര് നൽകി എഡിറ്ററിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യൂ. ഇത് നിങ്ങളുടെ ഫീൽഡ് വർക്കിനെ ആശ്രയിച്ച് 100% വെരിഫൈഡ് മാപ്പുകൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ അവ വെരിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇവിടെ വരുമ്പോൾ ഡിറ്റക്റ്റ് ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഏരിയയെ സ്വയം ബ്ലോക്കുകളായി വിഭജിക്കും. നോക്കൂ, ചെറിയ ചെറിയ ബ്ലോക്കുകളായി വിഭജിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാകുന്നു. അധികമായുള്ള ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇതൊരു അധിക ബ്ലോക്കാണ്. റോഡിൻ്റെ എല്ലാ അധിക ബ്ലോക്കുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു റഫ് സ്കെച്ച് കയ്യിൽ കരുതുക. കാരണം ഇത് നിങ്ങളുടെ HLB ആണ്. അത് ബ്ലോക്കുകളായി വിഭജിച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ ബ്ലോക്കിൽ നിന്ന് പൂരിപ്പിക്കാൻ തുടങ്ങുക. A ബ്ലോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പോയി എല്ലാ വീടുകളും റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് കെട്ടിടങ്ങളും പക്ക കച്ച എല്ലാം എണ്ണുക. എല്ലാം എണ്ണിയാൽ A ബ്ലോക്കായി ഡാറ്റ സൂക്ഷിക്കുക. ഇവിടെ 10 പക്ക വീടുകൾ എണ്ണിയാൽ അവിടെ ഡാറ്റയിൽ 10 വീടുകൾ ചേർക്കുക. നിങ്ങൾ അപ്പാർട്ട്മെൻറ്റുകളും എണ്ണിയിട്ടുണ്ടെങ്കിൽ 10 പക്ക വീടുകൾ ചേർക്കുക. അപ്പാർട്ട്മെൻറ്റ് ചേർക്കുക. അതിൽ എത്ര ഫ്ലാറ്റുകളുണ്ടോ അതും ചേർക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഇതിൽ വരും. സാറ്റലൈറ്റ് വ്യൂ വച്ച് ഏകദേശം ആദ്യം ഫിൽ ചെയ്യുകയും പിന്നീട് കെട്ടിടങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യാം.
അങ്ങനെ ഇവിടെ 10 പക്കാ വീടുകൾ ഇപ്പോൾ ചേർത്തു എന്ന് കരുതുക. ഇതുപോലെ നിങ്ങൾ അടുത്തടുത്ത ബ്ലോക്കുകളിലേക്ക് പോകണം. അവിടെ നിങ്ങളുടെ വീടുകൾ എണ്ണി ഇവിടെ ചേർക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ ബ്ലോക്കുകളും പൂരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഒരു ഫീൽഡ് കണ്ടു. സർവേ നടത്തുമ്പോൾ ഇതൊരു ഒഴിഞ്ഞ ഫീൽഡാണെന്നോ അല്ലെങ്കിൽ ഇതൊരു മൈതാനമോ പാർക്കോ ആണെന്നോ മനസ്സിലായാൽ നിങ്ങൾക്ക് അത് അടയാളപ്പെടുത്താൻ കഴിയും. അവിടെ ഒരു പാർക്ക് ഉണ്ടെങ്കിൽ ഡ്രോ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് പാർക്കായി അടയാളപ്പെടുത്തുക. സ്കൂൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്കൂൾ ചേർക്കാം. ഇവിടെ സ്കൂളിൻ്റെ പേര് എഴുതാം. ഇവിടെ സ്കൂളുണ്ട്, അത് ചേർക്കാം. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പേര് ചേർക്കാം. ഉദാഹരണത്തിന് ഒരു പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ അവയും ചേർക്കാൻ കഴിയും. ഇതുപോലെ നിങ്ങൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ ചേർക്കാൻ കഴിയും. നോൺ റെസിഡൻറ്റ് ബിൽഡിങ്ങുകളും ചേർക്കാം. ഇങ്ങനെ എല്ലായിടത്തും ഡാറ്റ പൂരിപ്പിക്കുക. മാപ്പ് തയ്യാറായി. ഇപ്പോൾ നമ്പറിംഗ് നോക്കൂ. തെറ്റാണെങ്കിൽ നമുക്ക് എവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. നമ്പറിംഗ് തെറ്റെങ്കിൽ ബട്ടണുകൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. സർപെൻറ്റൈൻ എന്ന് സെലക്ട് ചെയ്താൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി സർപെൻറ്റൈൻ രീതി പിന്തുടരുന്നു. നിങ്ങൾ എത്ര ബ്ലോക്കുകൾ ചേർത്താലും അവ സർപെൻറ്റൈൻ രീതിയുടെ സഹായത്തോടെ ഓട്ടോമാറ്റിക്കായി നമ്പറിടും. ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1 നിന്ന് നമ്പറിംഗ് ആരംഭിക്കാം. 1, 2, 3, 4 എന്നിങ്ങനെ തുടർച്ചയായി എല്ലാത്തിലും നമ്പറിട്ട് മുഴുവൻ നമ്പറിങ്ങും സേവ് ചെയ്യാൻ കഴിയും. ഇനി പ്രിന്റിലേക്ക് പോകുക. പ്രിന്റ് ബ്ലോക്ക് ഓപ്ഷൻ ഓഫായി നിലനിർത്തുക. അല്ലെങ്കിൽ എത്ര ബ്ലോക്കുകളുണ്ടോ അത്രയും പേജുകൾ ഇത് പ്രിന്റ് ചെയ്യും. അതിനാൽ ഞാനിതിപ്പോൾ ഓഫ് ചെയ്യുന്നു. 3 വലുപ്പത്തിൽ കൂടി കാണാം. മാപ്പ് വലുതായി പ്രിന്റ് ചെയ്യാം. ഒന്ന്, 2, 3 എല്ലാ അമ്പുകളുമായി നിങ്ങൾ കാണിച്ചതുപോലെ. വീടുകൾ, സ്കൂൾ, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ വച്ചതുപോലെ മാപ്പ് പൂർണ്ണം വൃത്തിയുണ്ട്. ഇപ്പോൾ എല്ലാം കൃത്യമായി അടങ്ങിയുണ്ട്. ബ്ലോക്കുകളായി നിങ്ങൾ വിഭജിച്ചതുപോലെ. ഇപ്പോൾ നമ്മുടെ മാപ്പ് തയ്യാറായി. ഇനി ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ട്രേസ് ചെയ്തു എടുക്കാം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവെക്കുക. അതുവഴി അവർക്ക് അവരുടെ മാപ്പ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഫീൽഡിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഏരിയ സെലക്ട് ചെയ്തു. ഒരു റഫ് മാപ്പ് പ്രിൻ്റ് എടുത്തു. റഫ് വർക്കുകൾ നടത്താനും ഇത് ഉപയോഗിക്കാം. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.